ഹായ് ഫ്രണ്ട്സ്, മേക്ക് മൈ റെസിപ്പീസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് രാവിലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന പുട്ട് വെച്ചിട്ട് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ പുട്ട് ഒക്കെ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കളയേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കത് വൈകുന്നേരങ്ങളിൽ സ്നാക്കായിട്ട് കഴിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ പുട്ടാണ്. അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിക്കാം. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് കറിവേപ്പില ചേർക്കണം. പിന്നെ ഒരു 10 ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും പിന്നെ കുറച്ച് ക്യാരറ്റ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തേക്കുന്നതാണ് ചേർക്കുന്നത്. ക്യാരറ്റ് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ക്യാരറ്റിൻ്റെ കൂടെ ബീൻസ് ചെറുതാക്കി കട്ട് ചെയ്തേക്കുന്നത് വേണമെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഓയിലിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്യണ്ട, എന്നാൽ ഒരുമാതിരിയൊക്കെ ഒന്ന് മൂത്ത് വന്നം ആ രീതിയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പുട്ട് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പുട്ടാണ്. അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പുട്ടാണെങ്കിൽ ഗോതമ്പ് പുട്ട് വെച്ചും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ തേങ്ങ വേണമെങ്കിൽ തേങ്ങയും ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെയും ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേണമെങ്കിൽ മുട്ട ചിക്കി പൊരിച്ച് അതും ചേർക്കാം. അതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെയും ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇപ്പോൾ രാവിലെ നമ്മൾ ഉണ്ടാക്കിയ പുട്ടായത് കാരണം ചിലപ്പോൾ അത് ഹാർഡായിട്ടുണ്ടാകും. അപ്പോൾ ഇച്ചിരി വെള്ളം ഒന്ന് തളിച്ചിട്ട് മൂടി വെച്ച് വേണമെങ്കിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പുട്ട് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്തെടുക്കും, പുട്ട് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ കുട്ടികൾക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. ഇച്ചിരി നെയ്യും കൂടിയും ചേർത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. പിന്നെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ കാണുന്ന ആ ബെൽ ഐക്കണിലുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്